നമസ്തേ. ടാരോ ടോക്ക് വിത്ത് അനിത എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള കറണ്ട് എനർജി എന്താണെന്നും എന്നെ കാണുന്ന വ്യക്തിയുടെ എനർജി എന്താണെന്നും മറ്റേ ആളുടെ എനർജി എന്താണെന്നും ഇതിൻ്റെ എൻഡ് എന്തായിരിക്കും എന്നുള്ള കാർഡുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വന്നിട്ട് നിങ്ങളുടെ ഇടയിലുള്ള എനർജി ചോദിച്ചപ്പോൾ 2 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലായിരിക്കാം. അപ്പോൾ ഒരു ആശയക്കുഴപ്പമാണ്. നിങ്ങളിത് എന്താവും, എങ്ങനെയാവും, തിരഞ്ഞെടുക്കണോ വേണ്ടയോ, ഇത് തന്നെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ കണ്ണ് കെട്ടിയിരുന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടുന്നതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് തുറന്ന് സംസാരിക്കുക, കണ്ണൊക്കെ അഴിച്ച് കണ്ണിൻ്റെ കെട്ടൊക്കെ മാറ്റിയിട്ട് തുറന്ന് സംസാരിച്ച് ഒരു നല്ല ആശയവിനിമയത്തിലേക്ക് എത്തിയിട്ട് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഉചിതം. അവിടെ ചർച്ചകളുടെയും ആശയവിനിമയത്തിൻ്റെയും രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. ഇനി അടുത്തത് എന്നെ കാണുന്ന വ്യക്തിയുടെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ദ ലവേഴ്സ് എന്ന് പറഞ്ഞ കാർഡാണ്. ഈ ലവേഴ്സ് എന്ന് പറഞ്ഞ കാർഡ് തന്നെ അത് ഒരു പ്യുവർ ലവിൻ്റെ ഇതാണ്. നിങ്ങൾക്ക് അങ്ങോട്ടുള്ളതൊരു പ്യുവർ ലവായിട്ടാണ് കാണുന്നത്. അത് ഏറ്റവും മനോഹരമായൊരു സന്ദർഭത്തിനെയാണ് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്നേഹം പവിത്രമാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ മറ്റേ വ്യക്തിയുടെ, അതായത് എന്നെ കാണുന്ന ആളുടെ അല്ല, ദ അതർ പേഴ്സൺ, അദ്ദേഹത്തിൻ്റെ എനർജി, അത് സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, അവരെ കാണിക്കുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു എനർജിയാണ്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധിയുടെ കാർഡാണ്. വളരെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആത്മാർത്ഥമായ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരാളെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു സ്നേഹബന്ധത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നിങ്ങൾ വളരെ യഥാർത്ഥത്തിൽ യൂണിവേഴ്സ് തരുന്ന ഒരു മാർഗമായിട്ടാണ്, അത് നിങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങോട്ടാണ് ഈ ബന്ധം പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മനോഹരമായൊരു കാർഡാണ്. ഇത് 2 മേജർ ആർക്കാന കാർഡുകളാണ്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ദ സൺ എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇത് റിലേഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ സൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷത്തോടെ ആവേശത്തോടെ മുന്നോട്ട് പലവിധ ആഗ്രഹങ്ങളോടുകൂടി സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നൊരു കാർഡായിട്ടാണ് കാണുന്നത്. ഇതാണെങ്കിലും ഈ ബന്ധം ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഉത്സാഹവും അതിൻ്റെ യഥാർത്ഥത്തിൽ ഏത് തരത്തിലാണ് അത് പ്രോഗ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതാണ് ഇന്നത്തെ കാർഡ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്.